എന്താണ് റിഡൻഡൻസി കുറവും എഫിഷ്യൻസി കൂടുതലും ആയിട്ടുള്ള കോഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഹോഫ്മാൻ കോഡിങ് യൂസ് ചെയ്യുന്നത്. So for a source of given entropy, this code gives minimum average word length with the least redundancy. So it is called optimum code. So Huffman coding നമ്മൾ optimum coding എന്നാണ് പറയുന്നത്. Optimum coding means least redundancy ഉള്ള അല്ലെങ്കിൽ maximum efficiency ഉള്ള കോഡിങ്ങിനെയാണ് നമ്മൾ optimum code എന്ന് പറയുന്നത്. So നമുക്ക് അതിന്റെ സ്റ്റെപ്സ് നോക്കാം. The algorithm. First step is നമ്മള് ഷാനോൺ ഫാനോ അൽഗോരിതത്തിൽ പറഞ്ഞ പോലെ തന്നെ സെയിം as symbols are arranged in decreasing order of probability. First step is symbols are arranged in decreasing order of probability. Then second step is combined the two messages of lowest probability, write their combined probability. അതായത് ലീസ്റ്റ്, അതായത് നമ്മള് പ്രോബബിലിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ ഫസ്റ്റ് സോർട്ട് ചെയ്ത് എഴുതുന്നു. ദെൻ ലീസ്റ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് പ്രോബബിലിറ്റി ഉള്ള, അതായത് ലാസ്റ്റ് രണ്ട് സിമ്പിൾസിന് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ്, ആ രണ്ട് പ്രോബബിലിറ്റിനെ കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ മീൻസ് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. സോ അതിന്റെ കമ്പൈൻ പ്രോബബിലിറ്റി നമ്മൾ എഴുതുന്നു. ദെൻ ആ രണ്ട് പ്രോബബിലിറ്റിയും ആഡ് ചെയ്യുമ്പോൾ അതിന്റെ അപ്പർ സിമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്തിൽ നമ്മൾ 0 അസൈൻ ചെയ്യുന്നു. അസൈൻ 0 ഇൻ ദി അപ്പർ പാത്ത് ആൻഡ് 1 ഇൻ ദി ലോവർ path. Okay. Then next step is the sum can be placed anywhere within the group in such a way that all the probabilities are in decreasing order. So നമ്മള് ലോവസ്റ്റ് രണ്ട് പ്രോബബിലിറ്റീസ് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സം ഒരു പ്രോബബിലിറ്റി കിട്ടും. ആ പ്രോബബിലിറ്റിനെ നമ്മൾ അഗെയിൻ പ്രോബബിലിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ നമ്മൾ എഴുതുന്നു. അപ്പൊ ആ സം ചെയ്ത് കിട്ടിയ പ്രോബബിലിറ്റിനെ ഡിക്രീസിങ് ഓർഡറിൽ പ്രോബബിലിറ്റി വരാൻ പാകത്തിനുള്ള രീതിയിൽ ആ സെറ്റിന്റെ അകത്ത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുക. എവിടെയാണോ ഡിക്രീസിങ് ഓർഡറിൽ പ്രോബബിലിറ്റി വരുന്ന രീതിയിൽ ആ സെറ്റിൽ പ്ലേസ് ചെയ്യുക. Then repeat the reduction step, that is combine next two messages of lowest probabilities and continue this process till only two probabilities remain. Last രണ്ട് പ്രോബബിലിറ്റി റിമെയിൻ ആവുന്നത്, അതായത് ലാസ്റ്റ് രണ്ട് പ്രോബബിലിറ്റിയും കൂടി ആഡ് ചെയ്യും. അതായത് ടോട്ടൽ സിമ്പിൾസിന്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ ഓരോന്നിനെയും ആഡ് ചെയ്ത് അതിന്റെ സമ്മാണ് എഴുതി പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് രണ്ട് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം. അപ്പൊ അങ്ങനെ ഈ സ്റ്റെപ്പ് ലാസ്റ്റ് രണ്ട് സിമ്പിളിന് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് വരുന്നിടം വരെ നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. The code for each source symbol is found by working backward and tracing the sequence of zeros and ones assigned to that symbol as well as its successors. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ലോവസ്റ്റ് ഓരോ അപ്പർ പാത്തിൽ 0യും ലോവർ പാത്തിൽ 1ഉം അസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ലാസ്റ്റ് രണ്ട് പ്രോബബിലിറ്റി വരുന്ന കേസ് ആയിരിക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ദെൻ അവിടുന്ന് ബാക്ക്വേർഡിൽ നിന്ന് ഈ സീറോസും അല്ലെങ്കിൽ വൺസ് ഏതാണോ ഉള്ളത് അതിന്റെ പാത്ത് ട്രേസ് ചെയ്ത് എഴുതുക. അല്ലെങ്കിൽ നമുക്ക് ഫോർവേഡ് പാത്തിൽ നിന്ന്, ബാക്കിൽ നിന്ന് എഴുതുന്നില്ല, ഫോർവേഡ് ആയിട്ട് നമുക്ക് 0 അല്ലെങ്കിൽ 1 ട്രേസ് ചെയ്ത് എഴുതുക. ദെൻ ആ കിട്ടുന്ന കോഡിനെ നമ്മൾ റിവേഴ്സ് ചെയ്യുക. ഓക്കെ, ഇതാണ് അൽഗോരിതത്തിന്റെ സ്റ്റെപ്സ്. അപ്പൊ നിങ്ങൾക്ക് ഇത് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം, അന്നേരമാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ജസ്റ്റ് സ്റ്റെപ്സ് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ജസ്റ്റ് എഴുതിക്കോളൂ, നോട്ടിലേക്ക് എഴുതിക്കോളൂ എക്സാമ്പിൾ. എന്റെ ഒപ്പം തന്നെ എന്നിട്ട് ചെയ്തു പോവുക. ഫൈൻഡ് ദി ഹോഫ്മാൻ കോഡ് ഫോർ ദി ഫോളോവിങ് സിമ്പിൾസ്. സിമ്പിൾ and its probabilities are given S0.4, S1.2, S2.2, S3.1, S4.1. So this is the question. നോട്ട് ചെയ്യുക സിമ്പിൾസ് ആൻഡ് പ്രോബബിലിറ്റീസ്.
സോ നമ്മൾ അൽഗോരിതത്തിൽ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അറേഞ്ച് ദി സിംബൽസ് അക്കോർഡിംഗ് ടു ദിസ് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് പ്രോബബിലിറ്റി. സോ ഈ പെർട്ടിക്കുലർ പ്രോബ്ലത്തില് നമുക്ക് തന്നിരിക്കുന്നത് ഡിക്രീസിംഗ് ഓർഡറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്, പ്രോബബിലിറ്റിയുടെ ഡിക്രീസിംഗ് ഓർഡറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലെ? ജാംബോർഡ് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? സോ പ്രോബബിലിറ്റിയുടെ ഡിക്രീസിംഗ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്ത്, ഇപ്പം ഇതിനകത്ത് ഡിക്രീസിംഗ് ഓർഡർ തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ തവണ ഷാനോൺ ഫാനോ കോഡിംഗ് ചെയ്തതുപോലെ തന്നെ അതിന്റെ ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലോവസ്റ്റ് ആയിട്ടുള്ള രണ്ട് പ്രോബബിലിറ്റിനെ കമ്പൈൻ ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടെ ഏതാണ്? S3 0.1 0.1 രണ്ട് 0.1 ആണ് ലോവസ്റ്റ് പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇതിനെ രണ്ടിനെ നമ്മൾ കമ്പൈൻ ചെയ്തു. ഓക്കെ, സോ കമ്പൈൻ ചെയ്ത് അതിന്റെ സം, കമ്പൈൻഡ് പ്രോബബിലിറ്റി, അതിന്റെ സം എത്രയാണ്? 0.2 ആണ് അതിന്റെ സം എന്ന് പറയുന്നത്. സോ അതിന്റെ കമ്പൈൻഡ് പ്രോബബിലിറ്റി നമ്മൾ എഴുതി. ഓക്കെ, ഇനി എന്താണ്? അതിന്റെ അപ്പർ പാത്തിൽ നമ്മൾ 0 അസൈൻ ചെയ്യുക, ലോവർ പാത്തിൽ 1 അസൈൻ ചെയ്യുക. ഓക്കെ, അപ്പർ പാത്തിൽ 0 അസൈൻ ചെയ്തു, ലോവർ പാത്തിൽ 1 അസൈൻ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്ലേസ് ദ കമ്പൈൻഡ് പ്രോബബിലിറ്റി ഇൻ ദി സെറ്റ് സോ ദാറ്റ് ദ റിസൾട്ടിംഗ് സെറ്റ് വിൽ ബി ഇൻ ഡിക്രീസിംഗ് ഓർഡർ. നമ്മള് ഇപ്പൊ നമുക്ക് 0.2 ആണ് കിട്ടിയിരിക്കുന്നത്. ആ 0.2നെ നമ്മൾ എന്താണ് എഗെയിൻ ഈ പ്രോബബിലിറ്റിയുടെ സെറ്റിൽ പ്ലേസ് ചെയ്യുക, ഡിക്രീസിംഗ് ഓർഡറിൽ പ്രോബബിലിറ്റി വരാൻ പാകത്തിന്. അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് 0.4 ഇവിടെ ഉണ്ട്. 0.4 എന്ന് പറയുന്നത് എന്റെ ഹയസ്റ്റ് പ്രോബബിലിറ്റി. നെക്സ്റ്റ് ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അടുത്തത് 0.2, ഓൾറെഡി 2.2 ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് കമ്പൈൻ ചെയ്തപ്പോൾ 0.2 കിട്ടി. ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡ്, ഞാൻ എല്ലാ പ്രോബ്ലത്തിലും ആ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് പോകുക. അപ്പം ഈ രണ്ട് സെയിം പ്രോബബിലിറ്റി തന്നെ ഈ സെറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന പ്രോബബിലിറ്റിനെ നെക്സ്റ്റ് പ്രോബബിലിറ്റി ആയിട്ട് പ്ലേസ് ചെയ്യുക. അതായത് 0.2നെ അവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പം ഈ കിട്ടിയ 0.2നെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ 0.2 ഉണ്ട്, ആ 0.2നെ അവിടെ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ 0.2 ഉണ്ട്, ഇതിനെ ഇവിടെ പ്ലേസ് ചെയ്തു. എന്നിട്ട് എഴുതാൻ പറ്റില്ല, ബോർഡിൽ എഴുതുന്ന പോലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ലോവസ്റ്റ് രണ്ട് പ്രോബബിലിറ്റിനെ കമ്പൈൻ ചെയ്തു, അതിന്റെ റിസൾട്ടിങ് കമ്പൈൻഡ് പ്രോബബിലിറ്റി നമ്മൾ എഴുതി. അപ്പർ പാത്തിൽ 0 അസൈൻ ചെയ്തു, ലോവർ പാത്തിൽ 1 അസൈൻ ചെയ്തു. ഈ കമ്പൈൻ ചെയ്ത് കിട്ടിയ പ്രോബബിലിറ്റിനെ നമ്മൾ ഈ സെറ്റിന്റെ അകത്ത് പ്ലേസ് ചെയ്തു, ഡിക്രീസിംഗ് ഓർഡർ ഓഫ് പ്രോബബിലിറ്റി വരാൻ പാകത്തിന്. അപ്പം ഞാൻ ഒരേ പ്രോബബിലിറ്റി ഉണ്ടായിരുന്ന കേസിൽ ഞാൻ ഇവിടെ 0.2 തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, 2 0.2 ഉണ്ടായിരുന്നത്. ബട്ട് ഞാൻ ഏറ്റവും മുകളിലായിട്ടാണ് പ്ലേസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് പോവുക. ഒന്നെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് പ്ലേസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പോവുക, അല്ലെങ്കിൽ താഴെയായിട്ട്. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, രണ്ടും എങ്ങനെ ചെയ്താലും കറക്റ്റ് തന്നെയാണ്. അപ്പം ഞാനിവിടെ ഫോളോ ചെയ്യുന്നത് സെയിം പ്രോബബിലിറ്റി ആണ് കിട്ടുന്നതെങ്കിൽ അത് എന്റെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഞാൻ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന പ്രോബബിലിറ്റിനെ പ്ലേസ് ചെയ്യുന്നു. അപ്പൊ അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മൾ ട്രേസ് ചെയ്ത് നമ്മൾ അതിന്റെ പാത്ത് എടുക്കുമ്പോൾ അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് പോകണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത, അപ്പം നമുക്ക് ഇതിന് രണ്ട് കമ്പൈൻ 0.2 കിട്ടി. ഇപ്പൊ നമുക്ക് ഇനി 4 പ്രോബബിലിറ്റി ആണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്തത് എന്താണ്? എഗെയിൻ ലോവസ്റ്റ് രണ്ട് പ്രോബബിലിറ്റിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. അടുത്ത രണ്ട് പ്രോബബിലിറ്റിനെ കമ്പൈൻ ചെയ്തു. ഇതിന്റെ റിസൾട്ടിംഗ് പ്രോബബിലിറ്റി എത്ര വരും? 0.2ഉം 0.2ഉം കമ്പൈൻ ചെയ്യുമ്പോൾ 0.4 വരും. എഗെയിൻ അപ്പർ പാത്തിൽ 0 അസൈൻ ചെയ്തു, ലോവർ പാത്തിൽ 1 അസൈൻ ചെയ്തു. ഓക്കെ, ഇപ്പം 0.4 കിട്ടി. ഇനി ഈ 0.4നെ ഞാൻ എവിടെ പ്ലേസ് ചെയ്യുക? ഈ സെറ്റിൽ പ്ലേസ് ചെയ്യുന്നു, ഡിക്രീസിംഗ് ഓർഡറിൽ പ്രോബബിലിറ്റി വരാൻ പാകത്തിന്. ഇപ്പൊ ഇവിടെ 0.4 ഓൾറെഡി ഉണ്ട്, എങ്കിലും ഞാൻ എന്താണ്
ഏറ്റവും ടോപ്പിലായിട്ട് 0.4 ഞാൻ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ കിട്ടിയ 0.4 ഞാൻ ടോപ്പിൽ പ്ലേസ് ചെയ്തു. ഇനി ഇവിടുത്തെ 0.4 ഞാൻ ഇവിടേക്ക് പ്ലേസ് ചെയ്തു. അടുത്തത് എന്താണ്? 0.2 ഇവിടെ ഉണ്ട്. ആ 0.2 ഇവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പം അഗെയിൻ നമുക്ക് 3 പ്രോബബിലിറ്റി. ഇനി വീണ്ടും ലോവസ്റ്റ് 2 പ്രോബബിലിറ്റി. സോ ലോവസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെയുള്ള 2 പ്രോബബിലിറ്റിനെ കമ്പൈൻ ചെയ്യുക. സോ ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ 0.4ഉം 0.2 കമ്പൈൻ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.6 കിട്ടും. ഇവിടെ അപ്പർ പാത്തിൽ 0, ലോവർ പാത്തിൽ 1 അസൈൻ ചെയ്തു. ഇനി 0.6നെ അഗെയിൻ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. 0.6നെ പ്ലേസ് ചെയ്തു. ഇവിടെയുള്ള 0.4നെ ഇവിടേക്ക് എഴുതി. ഇനി അഗെയിൻ ഇതിനെ രണ്ടിനെ കമ്പൈൻ ചെയ്തു. 0.6 0.4 ആണ്. സോ 0.6 0.4 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 1 ആണ് നമുക്ക് കിട്ടുന്നത്. അഗെയിൻ ഇവിടെ അപ്പർ പാത്തില് സ്പേസ് കുറവാണ്. ഇവിടെ അപ്പർ പാത്തില് 0 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു. ഓക്കെ, അപ്പം 0.6 0.4 അതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 1 കിട്ടും. ഇവിടെ നിങ്ങൾ 1 എഴുതുക. ഇവിടെ കമ്പൈൻ ചെയ്ത് 0.6ഉം 0.4ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 1 ഇവിടെ എഴുതുക. ഇതിന്റെ അപ്പർ പാത്തില് എന്താ കൊടുത്തത്? 0 കൊടുത്തു. ലോവർ പാത്തില് 1 അസൈൻ ചെയ്തു. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇത്രയും ചെയ്തത് മനസ്സിലായോ എങ്ങനെയാന്ന്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയും ചെയ്തതിൻ്റെ അകത്ത് ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും ചെയ്തു. ഇനി നമുക്ക് അടുത്തത് എന്താണ്? നമ്മള് ഈ ബാക്ക്വേർഡ് നമ്മൾ 0 1 നമ്മളിപ്പോ എഴുതിയ 0നെ 1നെ ട്രേസ് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്ക്വേർഡ് ട്രേസ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഫോർവേഡ് നമ്മൾ ട്രേസ് ചെയ്ത് എഴുതുന്നു. അതായത് ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ട്രേസ് ചെയ്ത് എഴുതുന്നു. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ തിരിച്ചിടുന്നു. ആ കോഡ് വേർഡ് കിട്ടിയതിനെ റിവേഴ്സ് ചെയ്യുന്നു. അതായിരിക്കും നമ്മുടെ ആക്ച്വൽ കോഡ് വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് S0 സ്റ്റാർട്ട് ചെയ്യാം. S0യുടെ കോഡ് വേർഡ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. S0യുടെ കോഡ് വേർഡ് എഴുതണമെങ്കിൽ ഇതാണ് 0.4 ആണ് S0 എന്ന് പറയുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. അപ്പൊ ആ പ്രോബബിലിറ്റി ഈ ഓരോ സ്റ്റെപ്പിലും എവിടെയാണോ പോയിരിക്കുന്നത് ആ പാത്താണ് നമ്മൾ ട്രേസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കുക, ഇവിടെ നമുക്ക് 0.4 S0ക്ക് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.4 ആണ്. ആ 0.4 ആദ്യമേ ഇങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അവിടെ നമുക്ക് 0 1 ഒന്നും അസൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അത് വിട്ട് കളയാം. അവിടെ ഒന്നും എഴുതാനില്ല. അടുത്തത് വീണ്ടും ഈ 0.4 ഇവിടെ വന്നു. ഇവിടെയാണ് നമ്മുടെ 0.4 വന്ന് നിൽക്കുന്നത്. ഈ 0.4നെ അടുത്തത് എങ്ങോട്ടാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത്. 0.4 ഇവിടെ വന്നു. ഓക്കെ, ഇനി ഇവിടെ വെച്ചിട്ടാണ് അവിടെ എന്താണ് 0.4 എന്നുള്ള ഈ S0യുടെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആയിട്ടുള്ള 0.4 കമ്പൈൻ ചെയ്യുന്നുള്ളൂ. ഇവിടെയാണ് കമ്പൈൻ ചെയ്യുന്ന കേസ് വരുന്നത്. അപ്പം ഇവിടെ 0.4നെ കമ്പൈൻ ചെയ്ത് 0.6 എഴുതുന്നുണ്ട്. ആ 0.4ന് കറസ്പോണ്ടിങ് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ എത്രയാണ്? ഡിജിറ്റ് എത്രയാണ്? 0 ആണോ 1 ആണോ? 0 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് 0 എഴുതുക. ഓക്കെ, അപ്പം ഇവിടുന്ന് ഈ 0.4ന് വരുന്ന പാത്ത് ഓരോന്ന് നോക്കുക. ഇവിടെ 0.4 വന്നു, ഇവിടുന്ന് ഇവിടം വരെ വന്നു. ഇവിടെയാണ് കമ്പൈൻ ചെയ്യുന്നുള്ളൂ. അപ്പം 0.4നെ കമ്പൈൻ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് 0.4ന്റെ പാത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 0 ആണ്. അപ്പൊ ആ 0 നമ്മൾ ഇവിടെ എഴുതി. ഇനി അടുത്തത് അത് രണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന 0.6 ആണ്. ആ 0.6 ഇവിടെ വരുന്നു. ഇനി ആ 0.6 എന്താണ്? ഈ 0.4ന്റെ പ്രോബബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് 0.6. അപ്പൊ ഈ 0.6ന് വരുന്നത് ഇവിടെ നോക്കുക. 0.6 ഇവിടെ വന്നു. ഇനി 0.6നെയും 0.4നെയും കൂടി ഇവിടെ കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പം കിട്ടുന്ന 0.6ന് ഈ 0.6ലാണ് ഇപ്പം ഈ S0യുടെ 0.4 ഉള്ളത് അല്ലെ? 0.4 എന്ന് പറയുന്നത് ഇവിടെ 0.2 ആയിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ 0.6 കിട്ടി. അപ്പൊ ആ 0.6 നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ അടുത്ത കമ്പൈൻ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് 0.6ന് കൊടുത്തിരിക്കുന്നത് എന്താണ്? 0 ആണ്. അപ്പം നമ്മൾ 0 ഇവിടെ 0 എഴുതി. ഓക്കെ, അപ്പം S0ക്ക് കറസ്പോണ്ടിങ് ഫോർവേഡ് പാത്തിൽ നമുക്ക് കിട്ടുന്ന കോഡ് വേർഡ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, മനസ്സിലായോ? എങ്ങനെയാണ് S0യുടെ കോഡ് വേർഡ് എടുത്തെന്നുള്ളത് ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കോഡ് വേർഡ് എഴുതിയത് ഓക്കെ. സോ ഇപ്പൊ ഫോർവേഡ് പാത്തിലുള്ള നമുക്ക് എല്ലാം ആദ്യമേ എഴുതാം. അടുത്തത് ഞാൻ S1 എഴുതാൻ പോവാണ്.
S1-ന്റെ S1 0.2. സോ 0.2 വരുന്ന പാത്ത് നോക്കുക. 0.2 ഇവിടെ വരുന്നു. ദെൻ ഇവിടെ വെച്ചിട്ടാണ് അവിടെ കമ്പൈൻ ചെയ്യുന്നത്. അപ്പൊ 0.2-നെ കമ്പൈൻ ചെയ്യുമ്പോൾ ആ 0.2-ന് S1-ന്റെ 0.2-ന് അസൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? 0 ആണ് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ 0യും താഴത്തെ S2-ന് കറസ്പോണ്ടിങ് പോയിന്റും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 0.2 ആഡ് ചെയ്ത് 0.4 കിട്ടിയിട്ടുണ്ട്. അപ്പോ നെക്സ്റ്റ് ഈ S1-ന്റെ പ്രോബബിലിറ്റി ഇൻക്ലൂഡ് ആയിരിക്കുന്നത് ഈ 0.4 എന്നുള്ള പ്രോബബിലിറ്റിയിലാണ്. സോ ആ 0.4 ഇവിടെ വരുന്നു. ദെൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കമ്പൈൻ ഒന്നും ചെയ്യുന്നില്ല. എഗെയിൻ അത് ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ 0.4-ന് കറസ്പോണ്ടിങ് കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 1 ആണ്. അപ്പം S1-ന് കറസ്പോണ്ടിങ് 0, 1. അതായത് S1 ഇവിടുന്ന് വരുന്നു, 0.2 ഇവിടെ വന്ന് ഇവിടെയാണ് കമ്പൈൻ ചെയ്യുന്നത്. അവിടെ കൊടുത്തിരിക്കുന്നത് 0 ആണ്. 0.4 ഇവിടെ കിട്ടുന്നു, 0.4 ഇവിടെ വന്നു. ഇവിടെ ഈ സ്റ്റെപ്പിൽ ഈ 0.4 വരുന്നില്ല, കമ്പൈൻ ചെയ്യുന്നില്ല. ദെൻ 0.4 ഇവിടെ വന്നു, ഇവിടെ കമ്പൈൻ ചെയ്യുന്നു. അപ്പം കൊടുക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ 1 വന്നു. ഇനി അടുത്തത് S2. നമുക്ക് S2-ന്റെ നോക്കാം. S2-ന്റെ പാത്ത് ഇതാണ്. S2 വരുന്നത്. ഇവിടെ S2-ന് കറസ്പോണ്ടിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? S2-ന് കറസ്പോണ്ടിങ് കൊടുത്തിരിക്കുന്നത് 1 ആണ്. 2. S2-ന്റെ 0.2-ന് കൊടുത്തിരിക്കുന്നത് 1 ആണ്. എഗെയിൻ 0.4 ഈ S1-ന്റെ വന്ന പോലെ തന്നെയാണ് വരുന്നത്. 0.4 ഇവിടെ വരുന്നു. ഇവിടെ കമ്പൈൻ ഒന്നും ചെയ്യുന്നില്ല. എഗെയിൻ ഇവിടെ വരുന്നു. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? 1 ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? S3. ഓക്കെ, S3-ൽ വരുന്നത് ഇതാണ്. S3 വരുന്നത്. S3 ആദ്യമേ തന്നെ അവിടെ കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ S3-ക്ക് കൊടുത്തിരിക്കുന്നത് 0. എഗെയിൻ അവിടുന്ന് വരുന്നു 0.2. ഈ 0.2 ഇവിടെ വന്നു. ആ 0.2-ന് ഇവിടെ കമ്പൈൻ ഒന്നും ചെയ്യുന്നില്ല. ദെൻ എഗെയിൻ എവിടെയാ വരുന്നത്? ഇവിടെ വരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ ആ 0.2-ന് വരുന്നത് 1 ആണ് അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ. 1 വരുന്നു. ഇനി അടുത്തത് വരുന്നത് എന്താണ്? 1 ഇവിടുന്ന് വന്ന് അടുത്തത് ഇവിടെ ഈ 0.6 ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ഇതിനകത്ത് ഇൻക്ലൂഡ് ആകുന്നത് 0.6 ഇവിടെ വരുന്നു. ഇവിടെ കിട്ടുന്നത് എത്രയാണ്? 0 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫോർവേഡ് പാത്തില് S3-ക്ക് വരുന്നത് 0, 1, 0. ഇനി അതുപോലെ തന്നെ S4-ന് വരുന്നത് എത്രയാണ്? S4-ന് വരുന്നത് അതുപോലെ നിങ്ങൾ നോക്കിക്കേ. S4-ന് വരുന്നത് 1 വരുന്നു. 1 എഗെയിൻ ഈ 0.2 ഇവിടെ വരുന്നു. അവിടെ നിന്ന് ഇവിടെ വരുന്നു. ഇവിടെയാണ് കമ്പൈൻ ചെയ്യുന്നത്. പിന്നെ അപ്പം 1 ഇവിടെ വരുമ്പം 1 എഗെയിൻ ഇവിടെ വന്നു കഴിയുമ്പോൾ എത്രയാണ് വരുന്നത്? 0. അപ്പം 1, 1, 0 അതാണ് S4-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. 1, 1, 0. ഇനി നമുക്ക് ആക്ച്വൽ കോഡ് വേർഡ് എഴുതാനായിട്ട് ഇപ്പൊ ഈ കിട്ടിയേക്കുന്ന കോഡ് വേർഡിനെ എല്ലാം നമ്മൾ എന്താണ് റിവേഴ്സ് ചെയ്ത് എഴുതണം. അപ്പം S0-ക്ക് കറസ്പോണ്ടിങ് കോഡ് വേർഡ് എന്ന് പറയുന്നത് 0, 0 ആയിരിക്കും. S1-ന് കറസ്പോണ്ടിങ് കോഡ് വേർഡ് എന്ന് പറഞ്ഞാൽ 1, 0 ആയിരിക്കും. S2-ന് കറസ്പോണ്ടിങ് 1, 1 ആയിരിക്കും. S3-ക്ക് കറസ്പോണ്ടിങ് 0, 1, 0 ആയിരിക്കും. S4-ന്റേത് 1, 1, 0 ആയിരുന്നു. അപ്പം തിരിച്ചു വരുമ്പം 0, 1, 1 ആയിരിക്കും S4-ന്റേത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ എങ്ങനെ എഴുതിയെന്ന്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ പറഞ്ഞെങ്കിൽ പറയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ പറ. ഉണ്ടോ? ക്ലിയർ ആയോ? ആരുടെ റിപ്ലൈ ഒന്നും കാണുന്നില്ലല്ലോ. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഞാൻ അതിന് ഇതാണ് നമുക്ക് വരുന്നത്. അതിനകത്ത് വരച്ചപ്പം ഇപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനിക്ക് അവിടെ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ലാസ്റ്റ് സ്റ്റെപ്പില് 0.6-ഉം 0.4-ഉം 0.6-ഉം 0.4-ഉം ആണ് വരുന്നത്. അതിന് 2 0, 1 അസൈൻ ചെയ്ത് 1. ഈ 1-നെ നമ്മൾ കൺസിഡർ ചെയ്തില്ല. ഇത് ഇതിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. ഈ എഴുതിയിരിക്കുന്നത് പ്രോബബിലിറ്റി 1 ആണ്. അത് എടുക്കരുത്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത്. 0.6, 0.4 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോബബിലിറ്റി 1 ആണ് ഇവിടെ വരുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ നിങ്ങൾ ഇനി 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ 1 ഇവിടെ നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് തെറ്റെഴുത എടുക്കുമ്പോൾ നിങ്ങൾ ആ 1 കോഡ് വേർഡ് എഴുതുന്ന കേസിൽ അല്ലെങ്കിൽ എടുക്കും. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ലാസ്റ്റ് സ്റ്റെപ്പിൽ അവസാനം 2
പ്രോബബിലിറ്റി വന്ന് നിൽക്കും. ആ രണ്ട് പ്രോബബിലിറ്റി കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നത് എന്തായാലും 1 കിട്ടുള്ളൂ. കാരണം ഇതിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി, സിമ്പിൾസിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ആണ് കിട്ടുള്ളൂ. അപ്പൊ ഇതിവിടെ 1 നിങ്ങൾ എഴുതണമെന്ന് നിർബന്ധമില്ല. ഇത്രയും സ്റ്റെപ്പ് എഴുതി നിർത്തിയാലും മതി. ഇവിടെ 0, 1 അസൈൻ ചെയ്ത് ഇവിടെ നിർത്തിയാലും മതി. 1 അവിടെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ മുന്നേ പറഞ്ഞ പോലെ ഓരോന്നിന്റെയും എടുക്കുന്നത് S0-യുടേതാണെങ്കിൽ ഇത് പാത്ത് ഇതാണ്. അപ്പം 0 ഇവിടുന്ന് വീണ്ടും വന്ന് ഇവിടെ വരുമ്പോ 0 0. S1-ന്റേത് വരുന്നത് എന്താണ് 0, ഇവിടെയാണ് പിന്നെ വരുന്നത് 1 0 1. S2 നിങ്ങൾ ആ ലൈൻ വരയ്ക്കുന്നത് ഓരോ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ വരച്ച് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചാ പാത്ത് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഓരോ പ്രോബബിലിറ്റിയും എങ്ങോട്ടാണ് പോണത് എന്നുള്ളത് നിങ്ങൾ ഇതുപോലെ തന്നെ വരച്ച് വെക്കുക. അത് ചില ടെക്സ്റ്റിലൊന്നും ഇങ്ങനെ വരച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രേസ് ചെയ്ത് എഴുതുമ്പോൾ 0 1 എന്നുള്ള ആ പാത്ത് ചിലപ്പം മാറിപ്പോകും. അപ്പൊ അതുപോലെ ഓരോ പ്രോബബിലിറ്റി എങ്ങോട്ടാണ് എഴുതുന്നത് എന്നുള്ളത് ട്രേസ് ചെയ്ത് എഴുതുക. അപ്പൊ S2-ന്റെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടുന്ന് വരുന്നു 1. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പോണത് ഇവിടെ വരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ 1 1 ആണ് വരുന്നത്. S3-യുടെ വരുമ്പം 0, ദെൻ ഈ പാത്തിൽ കൂടെ വരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ 1, വീണ്ടും ഇവിടെ വരുന്നു 0. S4 വരുമ്പോൾ 1, ഇവിടുന്ന് വരുന്നു 1, ഇവിടെ വരുന്നു 0. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമേ പറഞ്ഞ ഇത് രണ്ടും ഈക്വൽ പ്രോബബിലിറ്റി ഇവിടെ ആഡ് ചെയ്ത് കിട്ടുന്ന പ്രോബബിലിറ്റി ഓൾറെഡി സെറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഏറ്റവും ടോപ്പിലായി പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും ബോട്ടത്തിൽ പ്ലേസ് ചെയ്യുക. പിന്നെ ഓരോ സ്റ്റെപ്പിലും ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് പോകണം. ഈക്വൽ വരുന്ന കേസിൽ ഒന്നെങ്കിൽ ഏറ്റവും ടോപ്പിൽ അല്ലെങ്കിൽ ബോട്ടത്തിൽ. ഏറ്റവും ടോപ്പിലല്ല, അതായത് ഈക്വൽ വരുന്നതിന്റെ കേസിൽ ആ ഈക്വലിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ബോട്ടത്തിൽ പ്ലേസ് ചെയ്യുക. ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി നമ്മൾ ഇതുപോലെ തന്നെ സിമ്പിൾ എഴുതുക, പ്രോബബിലിറ്റി എഴുതുക, കോഡ് വേർഡ് ഇൻ ഫോർവേഡ് പാത്ത്. ഇപ്പൊ നമ്മൾ എഴുതിയ ഫോർവേഡ് പാത്തിലുള്ള പ്രോബബിലിറ്റി എഴുതുക. ദെൻ ആക്ച്വൽ കോഡ് വേർഡ് എന്ന് പറയുന്നത് ബൈ റിവേഴ്സിംഗ് കോഡ് വേർഡ് ഇൻ ഫോർവേഡ് പാത്ത്. അപ്പം ഈ കിട്ടുന്നതാണ് നമ്മുടെ ആക്ച്വൽ കോഡ് വേർഡ് എന്ന് പറഞ്ഞാൽ. ഫോർവേഡ് പാത്തിലുള്ളത് എഴുതി മാത്രം നിർത്തരുത്. അതല്ല ആക്ച്വൽ കോഡ് വേർഡ്. ആക്ച്വലി അൽഗോരിതത്തിൽ പറയുന്നത് ബാക്ക്വേർഡിൽ നിന്ന് ട്രേസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അവിടുന്ന് ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഫോർവേഡിൽ നിന്ന് ട്രേസ് ചെയ്ത് തുടങ്ങുന്നത്. ഫോർവേഡിൽ നിന്ന് ട്രേസ് ചെയ്ത് നമ്മൾ എഴുതിയതിനു ശേഷം ആക്ച്വൽ കോഡ് വേർഡ് എന്ന് പറയുന്നത് അതിനെ റിവേഴ്സ് ചെയ്ത് എഴുതുന്നതാണ്. അപ്പൊ അതിനെ റിവേഴ്സ് ചെയ്ത് എഴുതുക. 0 0 1 0 1 1 0 1 0 0 1 1. ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുക, നോട്ടിലേക്ക് എഴുതുക. പ്രസന്റേഷൻ ഓൺ അല്ല, സ്ക്രീന് പ്രസന്റ് ചെയ്യുന്നില്ല. എന്തോ സ്ക്രീന് പ്രസന്റ് ചെയ്തിട്ടില്ല മിസ്? കാണുന്നില്ല? ഇല്ല ഇല്ല. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഇപ്പൊ കാണാം. ആദ്യമേ ഞാൻ ഇതിന്റെ കോഡ് വേർഡ് ഇട്ടത് കണ്ടില്ലായിരുന്നു. അല്ല, അത് കണ്ടു. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞപ്പോ കാണാൻ. അത് പറഞ്ഞപ്പോഴാണ് കാണാതെ പോയത്. ഓക്കെ, അതെ. ക്വസ്റ്റ്യൻ എഴുതി എല്ലാവരും? സോ ക്വസ്റ്റ്യൻ എഴുതിയെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിമ്പിൾസ് അതിന്റെ പ്രോബബിലിറ്റീസ് ഡിക്രീസിങ് ഓർഡർ ഓഫ് പ്രോബബിലിറ്റിയിൽ വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുക.
പ്രോബബിലിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ പ്ലേസ് ചെയ്യുക. സോ ഡിക്രീസിങ് ഓർഡറിൽ പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് എന്നിട്ട് ഹയസ്റ്റ് പ്രോബബിലിറ്റി 0.3 ആണ്. അപ്പം ഫസ്റ്റ് എഴുതുന്നത് x6 ആണ്. x6 പ്രോബബിലിറ്റി 0.3. നെക്സ്റ്റ് വരുന്നത് x3 0.2. അടുത്തത് 0.15 ആണ് അടുത്ത പ്രോബബിലിറ്റി വരുന്നത്. സോ x2 0.15 ഉണ്ട്, x5 ഉണ്ട്. അടുത്തത് x2 x5. ദെൻ അടുത്തത് വരുന്നത് 0.1 ആണ്. അടുത്തത് x7 വരും. ദെൻ ലാസ്റ്റ് വൺ വരുന്നത് 0.05 ആണ്. നെക്സ്റ്റ് x1 വരും, അതുപോലെ തന്നെ x4 വരും. അപ്പം ഡിക്രീസിങ് ഓർഡർ ഓഫ് പ്രോബബിലിറ്റിയിൽ നിങ്ങൾ പ്ലേസ് ചെയ്യും. ഡിക്രീസിങ് ഓർഡർ പ്ലേസ് ചെയ്തോ? ദെൻ ഡിക്രീസിങ് ഓർഡറിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ജാം ബോർഡിൽ ഇപ്പൊ എഴുതുന്നില്ല, കാരണം അത് ഇത്രയും നമ്പേഴ്സ് ഉണ്ട്, അതിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് കാരണമാണ് എഴുതാത്തത്. ലാസ്റ്റ് രണ്ട് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ലോവസ്റ്റ് പ്രോബബിലിറ്റീസ് വരുന്നത് x1 0.05 x4 0.05 ആണ് വരുന്നത്. രണ്ടും കമ്പൈൻ ചെയ്യുക. 0.05 0.05 കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്യുമ്പോൾ 0.1 കിട്ടും. അപ്പർ പാത്തിൽ 0, ലോവർ പാത്തിൽ 1 അസൈൻ ചെയ്യുക. ദെൻ കിട്ടുന്ന 0.1നെ പ്രോബബിലിറ്റിയുടെ സെറ്റിൽ പ്ലേസ് ചെയ്യുക. 0.1 ഓൾറെഡി അതിനകത്തുണ്ട്, അപ്പം അതിന് മുകളിലായിട്ട് പ്ലേസ് ചെയ്യുക. അതിനകത്ത് സെറ്റിലുള്ള 0.1നെ താഴേക്ക് എഴുതുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പില് ലോവസ്റ്റ് വരുന്നത് 0.1 ആണ്. 0.1 കമ്പൈൻ ചെയ്യുക. 0.1 കമ്പൈൻ ചെയ്യുമ്പോൾ ഇതാണ് 0, സോറി 0.2 കിട്ടും. അപ്പർ പാത്തിൽ 0 അസൈൻ ചെയ്യുക, ലോവർ പാത്തിൽ 1 അസൈൻ ചെയ്യുക. 0.2നെ സെറ്റിൽ പ്ലേസ് ചെയ്യുക. 0.2നെ പ്ലേസ് ചെയ്യുമ്പോൾ ഹൈസ്റ്റ് പ്രോബബിലിറ്റി 0.3 ഓൾറെഡി ഉണ്ട്, അതിന് തൊട്ട് താഴെയായിട്ട് 0.2 വരും. 0.2 അതിലുള്ള 0.2നെ അതിന് താഴെയായിട്ട് എഴുതുക. അപ്പം 0.3 നമുക്കിപ്പം കിട്ടിയ 0.2, ദെൻ ഓൾറെഡി സെറ്റിലുള്ള 0.2, ദെൻ 0.15 ഇത്രയും വരും. അഗെയിൻ ലോവസ്റ്റ് പ്രോബബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ 0.15 ആണ്. 2.15 രണ്ടും കൂടി ആഡ് ചെയ്യുക. 0.3 കിട്ടും. .3 കിട്ടിക്കഴിയുമ്പം അതിനെ സെറ്റിൽ പ്ലേസ് ചെയ്യുക. അപ്പൊ 0.3 ഏറ്റവും മുകളിലായിട്ട് വരും. ഓൾറെഡി 0.3 സെറ്റിലുണ്ട്, അതിനെ താഴേക്ക് എഴുതുക. അപ്പം ഇപ്പം കിട്ടിയ 0.3 ഏറ്റവും മുകളിലായിട്ട് എഴുതുക. അപ്പം 0.3 ദെൻ സെറ്റിലുള്ള 0.2. അടുത്ത സ്റ്റെപ്പിൽ 0.2 രണ്ട് 0.2നെ കമ്പൈൻ ചെയ്യുക. അപ്പൊ നമുക്ക് 0.4 കിട്ടും. അതിന് ഏറ്റവും ഹൈസ്റ്റ് പ്രോബബിലിറ്റി ഇപ്പൊ അതാണ് വരുന്നത്. 0.4നെ ഏറ്റവും ടോപ്പിൽ പ്ലേസ് ചെയ്യുക. 0.3 താഴേക്ക് ഇറക്കി എഴുതുക. അഗെയിൻ രണ്ട് 0.3 അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 0.6 കിട്ടും. 0.6 ഏറ്റവും ടോപ്പിൽ വരും. ഓൾറെഡി ഉള്ള 0.4 താഴേക്ക് എഴുതുക. അപ്പൊ 0.6 0.4 കിട്ടും. സോ ഇതായിരിക്കും നമുക്ക് എഴുതുമ്പോൾ കിട്ടുന്നത്. ഈ രീതിയിലായിരിക്കും കിട്ടുന്നത്. അപ്പം പ്ലേസ് ചെയ്തു. ഫസ്റ്റ് 0.5 കമ്പൈൻ ചെയ്തു. 0.1 കിട്ടി. 0.1 ഇവിടെ കൊടുത്തു, അസൈൻ ചെയ്തു. അടുത്ത 0.1 കമ്പൈൻ ചെയ്തു. രണ്ടും കൂടെ 0.2 കിട്ടും, അതിവിടെ എഴുതി. ദെൻ 0.1 അസൈൻ ചെയ്തു. ഇനി
ലോവസ്റ്റ് പ്രോബബിലിറ്റി ആയിട്ട് വരുന്ന 0.15 ആണ്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തു, 0, 1 അസൈൻ ചെയ്തു. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ 0.3 കിട്ടും. ഓൾറെഡി 0.3 ഉണ്ട്, അതിനെ താഴേക്ക് എഴുതിയിട്ട് കിട്ടുന്നതിനെ മുകളിൽ എഴുതുക. 0.3 ഇവിടെ എഴുതി. ദെൻ ആ സെറ്റിൽ ഏറ്റവും ലോവസ്റ്റ് 0.2 രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 0.4 കിട്ടും. 0, 1 അസൈൻ ചെയ്തു. 0.4നെ നമ്മൾ ഏറ്റവും ടോപ്പിൽ പ്ലേസ് ചെയ്തു. ഓൾറെഡി 0.3 താഴേക്ക് എഴുതി, 0.3 താഴേക്ക് എഴുതി. ഇനി 0.3 കമ്പൈൻ ചെയ്തു, 0.6 കിട്ടും. അതിനെ ഏറ്റവും ടോപ്പിൽ പ്ലേസ് ചെയ്തു, 0.4നെ താഴേക്ക് എഴുതി. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്. ഞാൻ ഇവിടെ 1 എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതണ്ട, കൺഫ്യൂഷൻ ആക്കണ്ട. ദെൻ ഇവിടെ 0യും 1, പക്ഷെ ഇവിടെ 0, 1 കൊടുക്കണം. 0യും 1ഉം അസൈൻ ചെയ്യുക. സോ ഇതായിരിക്കും നമ്മൾ എഴുതുന്ന ഹഫ്മാൻ ട്രീ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോബബിലിറ്റീസ് എഴുതാനായിട്ട് നമുക്ക് ഫസ്റ്റ് x1 തൊട്ട് നിങ്ങൾ എഴുതി തുടങ്ങിക്കൊള്ളുക. x1 നിന്ന് തന്നെ തുടങ്ങുക. അപ്പൊ ആ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് എഴുതിപ്പം x1 തുടങ്ങിക്കൊള്ളുക. x1ന്റെ പ്രോബബിലിറ്റി കോഡ് വേർഡ് എഴുതാനായിട്ട് x1ന്റെ കോഡ് വേർഡ് എഴുതാനായിട്ട്. സോ x1ന്റെ പാത്ത് ട്രേസ് ചെയ്ത് വരിക. x1ന് ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 0 ആണ്. സോ 0 അഗെയിൻ ഇവിടെ വരും, 0 അഗെയിൻ വരുന്ന പാത്തിൽ കൂടെ പോവുക, ഇവിടെ വന്നു, അഗെയിൻ 0. ഇപ്പൊ 3 0 ആയി. വീണ്ടും ഇതിലൂടെ വന്ന് ഇവിടെ വരും. അപ്പം 1. ഇപ്പൊ എത്രയാണ്? 0, 0, 0, 1. അപ്പം x1ന് കറസ്പോണ്ടിങ് 0, 0, 0, 1. 3 0 1 ഇതായിരിക്കും ഫോർവേഡ് പാത്തിലുള്ള x1ന്റെ വേർഡ്. അപ്പൊ ഫോർവേഡ് പാത്തിലുള്ള എല്ലാം എഴുതുക, അതിനുശേഷം റിവേഴ്സ് ചെയ്ത് എഴുതിയാൽ മതി. ദെൻ x2ന് കറസ്പോണ്ടിങ് കോഡ് വേർഡ് എന്ന് പറഞ്ഞാൽ 0.15 ആണ്. 0.15 ഇവിടെ വരുന്നു. ദെൻ 0.15നെ ഇവിടെയാണ് നമ്മൾ താഴേക്ക് മാറ്റി എഴുതുന്നത്. സോ 0.15 0, ദെൻ 0.3 ഇവിടെ വന്നു, ഇതിലൂടെ വന്നു, ഇവിടെ വരും 0, ഇവിടെ വരുന്നു 0. അപ്പം x2ന് കറസ്പോണ്ടിങ് കോഡ് വേർഡ് എന്ന് പറയുന്നത് ഇവിടെ ഫോർവേഡ് പാത്തിലുള്ളത് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടും ലൈൻ വരച്ചോളുക. ഈ 0.15 ഇങ്ങോട്ടൊരു ലൈൻ വരച്ചിട്ടോളുക, അപ്പം കൺഫ്യൂഷൻ ആവിയല്ല. 0.15 ഇവിടെ വരുന്നു, ഇവിടെയാണ് ആദ്യമേ അസൈൻ ചെയ്യുന്നത്. 0 വീണ്ടും ഇവിടെ വന്നു, 0, 0 വന്നു, ഇവിടെ നിന്ന് എടുത്തു, വീണ്ടും 0. അപ്പൊ 0, 0, 0 x2ന് കറസ്പോണ്ടിങ്. x3യുടേത് 0.2 ഇവിടെയാണ് 0.2 വരുന്നത്. 0.2 ഇവിടെ അസൈൻ ചെയ്യുന്നില്ല, ഇവിടെ വരുമ്പോഴാണ് അസൈൻ ചെയ്ത് തുടങ്ങുന്നത്. 1 ഇവിടെ വരുന്നു, 1 വരും x3യുടേത്. അങ്ങനെ ഓരോന്നിന്റെയും ട്രേസ് ചെയ്ത് എഴുതുക. x3യുടെ ആയി. അടുത്തത് x4ന്റേത് എന്ത് വരും? x4ന്റേത് ഇവിടെയാണ് വരുന്നത്. x4 1 0 0 1 1 0 0 1. അടുത്ത x5 എഴുതുമ്പം 0.15 ആണ്. ഇവിടെ വരും 1 10 0 0 1 0 0. അടുത്തത് x6ന്റേത് 0.3 ആണ്. 0.3 ഇവിടെ വരുന്നു, ഇവിടെയാണ് വരുന്നത്. ഫസ്റ്റ് അസൈൻ ചെയ്യുന്നത് 1 0. അടുത്തത് x7ന് 0.1 ആണ്. 0.1 ഇവിടെ വരുന്നത്, ഫസ്റ്റ് വരുന്നത് അസൈൻ ചെയ്യുന്നത് 1. വീണ്ടും ഇവിടെ വരുന്നു 0 1 1 0 1. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന കോഡ് വേർഡ് എന്ന് പറഞ്ഞാൽ x1 x2 x3 x4 x5 x6 x7 ഫോർവേഡ് പാത്തിലുള്ള കോഡ് വേർഡ്. ദെൻ അതിനെ റിവേഴ്സ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ ആക്ച്വൽ കോഡ് വേർഡ് കിട്ടും. നമുക്ക് കിട്ടുന്ന കോഡ് വേർഡിനെ റിവേഴ്സ് ചെയ്ത് എഴുതുക. നിങ്ങൾ അതിന്റെ എഫിഷ്യൻസിയും റിഡൻഡൻസിയും കൂടി കാൽക്കുലേറ്റ് ചെയ്യുക. അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഹഫ്മാൻ കോഡിംഗ് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഞാൻ 2 എക്സാമ്പിളും കൂടെ 2 ക്വസ്റ്റ്യനും കൂടെ തരാം, അല്ലെങ്കിൽ ഞാൻ സോൾവ് ചെയ്തിട്ട് തരാം.
അപ്പൊ നിങ്ങളത് വർക്കൗട്ട് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പം വർക്കൗട്ട് ചെയ്യുക. അപ്പം എക്സാമിന് മിക്കവാറും ചോദിക്കുന്നത് സിമ്പിൾസ് തന്ന് കോഡ് വേർഡ് ഷാനൺ ഫാനോ കോഡിംഗ് യൂസ് ചെയ്തും ഹഫ്മാൻ കോഡിംഗ് യൂസ് ചെയ്ത് രണ്ടും കൂടെ ഒരുമിച്ചാണ് മിക്കവാറും ചോദിക്കാറ്. രണ്ട് കോഡിംഗ് കൂടെ ഒരുമിച്ച് ചോദിക്കുക. അതിന്റെ കറസ്പോണ്ടിങ് എഫിഷ്യൻസിയും റിഡൻഡൻസിയും കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം അങ്ങനത്തെ ഒരെണ്ണം ചെയ്യാം, രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പം രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഹഫ്മാൻ കോഡിങ്ങിന് കേസിലായിരിക്കും എഫിഷ്യൻസി കൂടുതൽ ഷാനൺ ഫാനോ കോഡിങ്ങിനേക്കാളും എഫിഷ്യൻസി കൂടുതലും അതുപോലെ അതായത് റിഡൻഡൻസി കുറവും കിട്ടുന്നത്. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഒരു മീറ്റിംഗ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.